ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിന് ഓട്ടട, മുട്ടപ്പത്തിരി അങ്ങനെ പല പേരുണ്ട്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊടിച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം കട്ടകൾ ഉടയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് മിക്സിയിലടിച്ച് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ നമുക്ക് വേണ്ടത്. ഈ ഓടിൻ്റെ ചട്ടിയാണ് നമുക്ക് ഓട്ടട ഉണ്ടാക്കാൻ ആവശ്യം. അപ്പോൾ ചട്ടി ചൂടായ ശേഷം കുറച്ച് അരി വറുത്ത് മാറ്റി വെക്കാം. ഓട്ടട അടിയിൽ പിടിക്കാതിരിക്കാനാണ് അരി വറുക്കുന്നത്. അരി വറുത്ത് കോരിയ ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. അധികം പ്രസ് ചെയ്യരുത്. നല്ലോണം ഹോൾസ് വന്ന ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം. വെന്ത ശേഷം ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഓട്ടട ഇട്ട് കുറച്ച് പാലും ഒഴിച്ച് ഇത്തിരി പഞ്ചസാരയും ഇട്ടിട്ട് കുറച്ച് നേരം കുതിർത്താനായി മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നേരത്തെ വറുത്ത് വെച്ചേക്കണ അരി കൊണ്ടൊരു സൂത്രം കാണിച്ചു തരാം. അതിൽ കുറച്ച് തേങ്ങയും ഇട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുട്ടപ്പത്തിരി നല്ലോണം കുതിർന്നിട്ടുണ്ട്. അത് ഇത്തിരി പാലിലും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്.